കല്ലേരി അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കുന്നത്, ഔലിയാക്കളെ ഇലാഹാക്കുന്നത്, അംബിയ മുർസലീങ്ങളെ റസൂലുള്ളാഹി ഇലാഹാക്കുന്നത് ആരാണ്? സമസ്ത ഒന്നാമതിങ്ങൾ തന്നെ ഉസ്താദെ, ഒന്നാമതിങ്ങൾ, പിന്നെ സമസ്തക്കാർ, പിന്നെ ബാക്കിയുള്ള ലോകത്തുള്ള ഖുറാഫികളും. ഒരാണ് ഈ അംബിയ ഔലിയാക്കന്മാരെ ഒക്കെ ഇലാഹാക്കുന്നത്. ഉസ്താദിന് മനസ്സിലായോ? നിങ്ങളൊക്കെയാണ് അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കുന്നത്. പറഞ്ഞിട്ട് ഇലാഹാക്കുന്നത് ആരാ? പറഞ്ഞിട്ട് ഇലാഹാക്കിക്കെങ്കിൽ എന്തേനു ഒരു കുഴപ്പമില്ലല്ലോ. മറ്റേ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞ പോലെ മാനാബുദുഹും, ഞങ്ങൾ അവരെ ഇലാഹാക്കുന്നില്ല, ആരാധിക്കുന്നില്ല. മാനാബുദുഹും, അതുപോലെ നിങ്ങൾ പറയുന്ന ഞങ്ങളെ പോലെ ഇലാഹാക്കുന്നില്ല, എന്നിട്ട് പോലെ ഇലാഹാക്കുകയും ചെയ്യാം. അതെല്ലാം നിങ്ങൾ ചെയ്തു. പറഞ്ഞിട്ട് ഞങ്ങളെ പോലെ ഇലാഹാക്കുന്നു എന്ന് പറഞ്ഞിട്ടാ ഇലാഹാക്കുന്നതെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഇത് സൂത്രത്തിൽ ഞാൻ ഇലാഹാക്കുന്നു എന്ന് പറയാതെ നിങ്ങൾ അവരെ ഇലാഹാക്കുന്നു. അവരെ ഇലാഹാക്കുന്നതുകൊണ്ടല്ലേ അവരോട് പ്രാർത്ഥിക്കുന്നത്, അവരെ ഇലാഹാക്കുന്നത് കൊണ്ടല്ലേ അവരോട് സഹായം തേടുന്നത്, അവരെ ഇലാഹാക്കുന്നത് കൊണ്ടല്ലേ എവിടുന്ന് വിളിച്ചാലും അവർ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നത്. അല്ലേ വിശ്വസിക്കുക? അവരെ ഇലാഹാക്കിയിട്ടില്ലേ വിശ്വസിക്കുക സതെ. പിന്നെ ബാക്കി ആക്കുന്നത് വഹാബികള്. വഹാബികളാക്കുന്നില്ല. വഹാബികൾ പറയുന്നു മൗലന്മാരെ നിങ്ങൾ അംബിയ ഔലിയാക്കന്മാരെ ഇലാഹാക്കുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ ഒരു സുന്നി മഹ്ലൂക്കും അത് ഇലാഹ് എന്ന് പറഞ്ഞിട്ട് ആരും അവിടെ സഹായതേട്ടം തേടുന്നില്ല. ഇലാഹാണെന്ന് പറഞ്ഞിട്ട് ആരും സഹായതേട്ടം തേടുന്നില്ല. അതിനും അത്ര ഒളിപ്പില്ലായ്മ സമസ്തക്കാർക്ക് ഇല്ലല്ലോ. ഇതാണ് എൻ്റെ ഇലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇലാഹാക്കാൻ മാത്രം ഒളിപ്പുകേട് സമസ്തക്കാർക്കില്ല. ഓല് പറയാണ്ട് ഇലാഹാക്കുക. എന്നാലേ മറ്റുള്ള കാക്കാമാറ, സമസ്തക്കാരായ കാക്കാമാറെ പറ്റിക്കാൻ അതല്ല വഴിയുള്ളൂ. അതിന് നേർക്കേറെ പറഞ്ഞ ഒരൊറ്റ കാക്കാനും ഒരൊറ്റ സമസ്തേനെ ഇങ്ങക്ക് കിട്ടില്ല. പിന്നെ കള്ളപ്രചോദനവും അപരാധങ്ങളും ആരോപണങ്ങളും പറഞ്ഞിട്ട് ഒരിക്കലും നേടാൻ പോകുന്നില്ല. ഇതൊന്നും ആ കള്ളപ്രചരണവും ആരോപണവും ഒന്നുമല്ല, സത്യം സത്യമായിട്ടായി പറയുന്നത്. ഉസ്താദ്, നിങ്ങൾ അംബിയ ഔലിയാക്കന്മാരെ ഇലാഹാക്കുന്നു എന്നിട്ട് പറയുന്നു ഞങ്ങൾ അവരെ ഇലാഹാക്കുന്നില്ല, എന്നിട്ടോ ഇലാഹിന് അർപ്പിക്കുന്നതൊക്കെ അവർക്ക് അർപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ പറ്റിക്കൽ, വഞ്ചിക്കൽ, ജനങ്ങളെ വഞ്ചിക്കുന്ന ഏർപ്പാടല്ലേ ഉസ്താദ് ഇത്? നിങ്ങൾ സത്യം തുറന്നു പറ, ഞങ്ങൾ അവരെ ഇലാഹാക്കുന്നുണ്ട് എന്ന് സത്യം തുറന്നു പറഞ്ഞോക്ക്. ഒരൊറ്റ ഒന്നും കിട്ടൂല നിങ്ങൾക്ക്. പിന്നെ പ്രചരണമാണ്. സുന്നികൾ അവരെ ആരാധിക്കുന്നു, പൂജിക്കുന്നു, ദൈവമാക്കുന്നു, ഇലാഹാക്കുന്നു, വിഗ്രഹങ്ങളാക്കുന്നു എന്ന് പറയുന്നതൊക്കെ പച്ച കള്ളത്തരമാണ്. 100% സത്യമാണ് പറയുന്നൊക്കെ. അവരെ ആരാധിക്കുന്നു. അള്ളാഹുവെ കാക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിച്ചു. ഗുരുവായൂരപ്പ കാക്കണേ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനെ ആരാധിച്ചു. മൊയ്തീശങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ മൊയ്തീശങ്ങളെ ആരാധിച്ചു. ഇപ്പണി ആരാ മര ചെയ്യുന്നേ? ആരാ ചെയ്യുന്നേ? എന്നിട്ട് പറയാം ഞാളിലാഹാക്കുന്നില്ല. അനങ്ങിയാൽ അംബിയ ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കും, അവരോട് തേടും, എന്നിട്ടോ നാവെടുത്താൽ പറയും ഞാളോ അല്ല ഇലാഹാക്കുന്നില്ല. പിന്നെ കേൾക്കുന്നവർക്കറിയാം ഇത് പച്ച കള്ളത്തരമാണ്. കേൾക്കുന്ന ഒരു ബുദ്ധിയുള്ള മനുഷ്യന്മാർ കേൾക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. ഓലിക്കറിയാലോ മൊയ്ലന്മാരാണ് ഈ അംബിയ ഔലിയാക്കന്മാർ ഇലാഹാക്കിയിട്ട് അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചു, അവരെ പിടിച്ച് സത്യം ചെയ്തു, അവരോട് സഹായം തേടി, അവരോട് പ്രാർത്ഥിക്കുന്നു. അല്ലേ? എവിടുന്ന് വിളിച്ചാലും കേൾക്കും എന്ന് വിചാരിക്കുന്നു. അത് ഇലാഹാക്കലല്ല. പിന്നെ ഇലാഹാക്കൽ എന്താ വലിയേറെ? അല്ല ഉസ്താദേ, ആരും വന്ന് പറയാത്തത് നോക്കണ്ട, എല്ലാവർക്കും അറിയാം ഇത് പച്ച കള്ളത്തരമാണ്, കള്ള ആരോപണമാണ്, അപരാധങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാ ഉസ്താദേ? എവിടുന്ന് വിളിച്ചാലും കേൾക്കാനുള്ള കഴിവാർക്കുണ്ടാവുക? ഇലാഹിനല്ലേ? അല്ലേ? വേറെ ലോകത്ത് ആർക്ക് ഏതെങ്കിലും ഒരു ശക്തിക്ക് ഉണ്ടാവുക? എവിടുന്ന് വിളിച്ചാലും അത് കേൾക്കാൻ, കാണാൻ, അറിയാനുള്ള കഴിവ് ഇലാഹിനല്ലാതെ വേറെ ഒരു ശക്തിക്കില്ല.
ആ ആ ഇലാഹിൻ്റെ ഉള്ള കഴിവ് ഇവർക്ക് സങ്കല്പിച്ച് ഇവരെ ഇലാഹാക്കി ഇവരോട് സഹായം തേടുന്നു. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ഞാൻ നിങ്ങളെ കൽഭാഗം. മനസ്സിലുള്ളത് മനസ്സിലാക്കാൻ അള്ളാഹുവിനല്ലാതെ ലോകത്ത് അള്ളാഹ് സൃഷ്ടിച്ച ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. ഇലാഹിന് മാത്രമേ കഴിയൂ. ഇലാഹാരാണ് അള്ളാഹു. അള്ളാഹുവിന് മാത്രമേ അത് കഴിയൂ. അള്ളാഹുവിന് മാത്രമുള്ള കഴിവ് ഈ മരിച്ച് മണ്ണോട് മണ്ണടിഞ്ഞു പോയവർക്കുണ്ട് എന്ന് സങ്കല്പിച്ച് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് അവരെ ഇലാഹാക്കിയിട്ട് അല്ലേ? നാട്ടിൽ എത്ര വലിയ മൊയ്തീമാർ മരിച്ചു പോയിട്ടുണ്ട് സദേ. നാട്ടിലെ ഖബറുകളിൽ എത്ര മൊയ്തീമാറുണ്ട്. ഏതെങ്കിലും ഒരു മൊയ്തീനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക, സഹായം തേടുക, നേർച്ചയാക്കുക. മൊയ്തീമാർക്ക് നാട്ടിലെ ഖബറിലുള്ള മൊയ്തീമാർക്ക് നേർച്ചയാക്കുക. നിങ്ങളെന്തേ ബാഗ്ദാദിലുള്ള മൊയ്തീനെ നേർച്ചയാക്കുന്നത്? ആ മൊയ്തീനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ആ മൊയ്തീനോട് സഹായം തേടുന്നത് എന്താണ്? ആ മൊയ്തീനെയാണ് നിങ്ങൾ ഇലാഹാക്കിയത്. നാട്ടിൽ എത്ര ബീവിമാറുണ്ട്. ആ ബീവിമാരല്ല നിങ്ങൾ ഇലാഹാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഇലാഹാക്കിയത് ആരെയാണ്? മുനമ്പത്തെ ബീവിനെയാണ്. നാട്ടിൽ എത്ര സ്വാമിമാറുണ്ട്. കൊലല്ല നിങ്ങൾ ഇലാഹാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഇലാഹാക്കിയ കുപ്പസ്വാമിനെയാണ് അല്ലേ? നാട്ടിൽ എത്ര തങ്ങന്മാരുണ്ട്. ഓലൊക്കെ നിങ്ങൾ ഇലാഹാക്കിയിട്ടുണ്ടോ? മമ്പ്രന്തങ്ങളല്ലേ നിങ്ങൾ ഇലാഹാക്കിയത്. എന്നിട്ട് പേരും നുണ പറയുന്ന അവസ്ഥ. പിന്നെ ബാക്കി ആരെങ്കിലും ഏതെങ്കിലും ഒരു സുന്നി മഹ്ലൂക്ക് പറഞ്ഞിട്ടുണ്ടോ ഇത് ഇലാഹാണ്, ഈ വലിയന് സ്വന്തം കൈകൊണ്ട് അള്ളാഹിനോട് ചോദിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ വന്ന് ചോദിക്കുന്നത്, അള്ളാഹുവിനെ പങ്കാളിയാക്കുന്നത്, നമ്മൾ പങ്കുകാരനാക്കുന്നത്, ഇവരൊക്കെ നമ്മൾ പങ്കുകാരനാക്കുന്നത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരിക്കലും പറഞ്ഞിട്ടില്ല. ലോകത്തൊരുത്തനും പറഞ്ഞിട്ടില്ല. ഒരു മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിക്ക ഇത് അള്ളാഹുവാണ്, അള്ളാഹുവിനുള്ള കഴിവുണ്ട്. മക്കാ മുശ്രിക്കുകൾ പറഞ്ഞ് അവരെ ഇലാഹുകൾക്ക് അള്ളാഹു കൊടുത്ത കഴിവാണ്. ലോകത്തുള്ള ഏത് മതം വിശ്വാസികളിൽപ്പെട്ട മുശ്രിക്കുകളും പറയുന്നത് അവർക്ക് അള്ളാഹുവിനുള്ള കഴിവുണ്ട് എന്നൊരൊറ്റ മുശ്രിക്കും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. മൗലവിമാരും പറഞ്ഞിട്ടില്ല, മക്കാ മുശ്രിക്കും പറഞ്ഞിട്ടില്ല, ഹൈന്ദവരും ക്രൈസ്തവരും ആരും പറഞ്ഞിട്ടില്ല. അവർ ഇലാഹാക്കുന്നവർക്ക് അള്ളാഹുവിനുള്ള കഴിവൊക്കെ ഉണ്ട് എന്ന് ആരും പറയും. ഇന്ന് വരെ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല, നിങ്ങളും പറഞ്ഞിട്ടില്ല. മറിച്ച് പറയുന്നത് എന്താണ്? അള്ളാഹ്ക്കുള്ള ഇലാഹിനുള്ള കഴിവുകൾ ഇവർക്കുണ്ട് എന്ന് സങ്കല്പിക്കുന്നു. അവർക്കുണ്ടായിട്ടല്ല, സങ്കല്പിക്കുകയാണ്. അങ്ങനെയാ മുശ്രിക്കുകളാകുന്നത്. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിയാർ ഏതെങ്കിലും മുസ്താഖന്മാരെ പ്രസംഗിച്ചിട്ടുണ്ടോ ഔലിയാക്കളെ നിങ്ങൾ ഇലാഹാക്കുക, അവരെ പൂജിക്കുക, ആരാധിക്കുക? ഒരു മൊയ്ലിയാറും പറഞ്ഞു. മൊയ്ലിയാർ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ജനങ്ങളോട്, മുസ്ലിങ്ങളോട് നിങ്ങൾ കള്ള് കുടിക്കണേ, നിങ്ങൾ വ്യഭിചരിക്കണേ, നിങ്ങൾ കളവ് നടത്തണേ, നിങ്ങൾ പലിശ വാങ്ങണേ. ഇന്ന് വരെ ഒരൊറ്റ മുസ്ലിയാറും പറഞ്ഞിട്ടില്ല. കാരണം എന്താ? അതൊക്കെ ചെയ്താൽ, ആ ഹറാമയത്ത് ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുത്താൽ സ്വർഗത്തിലെത്തും. പുറത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തും. എന്നാൽ സ്വർഗത്തിലെത്താത്തൊരു കാര്യമുണ്ട്, ഒരു കാലത്ത് സ്വർഗത്തിലെത്തൂല. അതെന്താണ്? അതിങ്ങൾ ചെയ്യണം. മൊയ്ലിയന്മാർ എന്താ പറയാറ്? ഒരിക്കലും സ്വർഗത്തിലെത്താതെ സ്വർഗം ഹറാമായി കാലാകാലം നരകത്തിൽ കിടക്കുന്ന പണി സമസ്തക്കാരെ സുന്നികളെ നിങ്ങൾ ചെയ്യണം. മുജാഹിദികളോട് പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവും. കാക്കാമാരോട് പറഞ്ഞു കൊടുക്കും, ഇങ്ങളെ പണി ചെയ്യണം, ഓലെ വിളിച്ച് പ്രാർത്ഥിക്കണം. എവിടുന്ന് വിളിച്ചാലും ഓല് കേൾക്കും. നിങ്ങളെ മനസ്സിലുള്ളതൊക്കെ ഓലിക്കറിയാം എന്നൊക്കെ ഓലോട് പറഞ്ഞു കൊടുത്തിട്ട് ഓല മുശ്രിക്കുകളാക്കി സ്വർഗം ഹറാമാക്കി കാലാകാലം നരകത്തിൽ കിടത്തുന്ന മൊയ്ലന്മാരെ നിങ്ങൾക്ക് ഇസ്ലാം ദീനിനെ പറ്റി പറയാനുള്ള എന്ത് യോഗ്യതയുള്ളേ? പച്ച കള്ളത്തരമല്ലേ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് സത്യാവസ്ഥ. ഒരു കളവും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു കളവും പറഞ്ഞിട്ടില്ല. ഇലാഹിന് മാത്രമുള്ള കഴിവാ മറ്റവൻ്റെ മനസ്സിലുള്ള അറിയാനുള്ള കഴിവ്. ഇലാഹിന് മാത്രമുള്ള കഴിവാ എവിടുന്ന് വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ്. ഇങ്ങനെയുള്ള കഴിവുകൾ, ഇലാഹിന് മാത്രമുള്ള കഴിവുകൾ ഇത്തരം ആൾക്കാർക്ക്, വൈദീശ്യങ്ങൾക്ക്, മുനമ്പത്തെ ബീവിക്ക്, കുപ്പസ്വാമിക്ക്, അതുപോലെ ഗുരുവായൂരപ്പന്, കൊടുങ്ങല്ലൂരമ്മക്ക്,
അല്ലേ? ഇതുപോലുള്ള ആൾക്കാർക്ക് സങ്കല്പിച്ചിട്ട് പറയുന്നു ഞങ്ങളങ്ങനെയില്ല. എന്തിങ്ങളില്ല ഇങ്ങളല്ലേ നാഴികക്ക് 40 വട്ടം പ്രാർത്ഥിക്കുന്നത്. ഓലിക്ക് അതിനുള്ള കഴിവുണ്ട്, ഓലിക്ക് അള്ള കൈ കൊടുത്തിക്ക് എന്ന് പറഞ്ഞ് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവരോട് സഹായം തേടുക, അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുക, അവരെ പിടിച്ച് സത്യം ചെയ്യുക, എന്നിട്ട് പറയാം ഞാളെ ഇലാഹാക്കുന്നില്ല. നിങ്ങളെപ്പോലെ ലോകത്ത് ഒരുത്തനും ഇത്ര ഇലാഹുകളെ വെച്ച് കൂടിയിട്ടില്ല. വിവരമില്ലേ ഇവർക്ക്? ബുദ്ധി എന്ന് പറഞ്ഞ സംഗതി അള്ള കൊടുത്തിട്ടില്ലേ? ബുദ്ധി തന്നുകൊണ്ടല്ലേ? അല്ല നിങ്ങളെപ്പോലെ മൊയ്ലിയന്മാർ, നിങ്ങളെപ്പോലെ ഞാളും മുശരിക്കുകളാവൂലേ? കബറാളികളെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരോട് സഹായം തേടിയിട്ട് അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ച് അവരെ പിടിച്ച് സത്യം ചെയ്ത് അവർക്ക് വേണ്ടി അറുത്തിട്ട് അത് തിന്നിട്ട് ഇപ്പണിയൊക്കെ ഞാളും ചെയ്യില്ലേ? ഞങ്ങൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ടല്ലേ നിങ്ങളെപ്പോലെ തോന്നിയാസങ്ങളൊന്നും ഞാൾ ചെയ്യാത്ത. നിങ്ങൾ ചെയ്യുന്ന ഒരു തോന്നിയാസവും തമ്മാടിത്തരവും ഞങ്ങൾ ചെയ്യാത്ത എന്താണ്? ഞങ്ങൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ലേ? ഒരാളും ആരാധിക്കുന്നില്ല, ഒരാളും പൂജിക്കുന്നില്ല, ഒരാളും ആരാധിക്കുന്നില്ല. പിന്നെ നിങ്ങളെങ്ങനെ മുശരിക്കുകളായി? പിന്നെ ഉസ്താദക്കന്മാരെ നിങ്ങളെങ്ങനെ മുശരിക്കുകളായി? ഔലിയാക്കളെ ഇലാഹ് എന്ന് ആരും കരുതിയിട്ട് പോലും മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഒരുത്തനും കരുതൂല. ഓല വിളിച്ച് പ്രാർത്ഥിക്കുക. മൊയ്തീശങ്ങളെ കാക്കണമെന്ന് പറഞ്ഞാൽ മൊയ്തീശങ്ങളെ ഇലാഹാക്കിയിട്ടില്ലെങ്കിൽ മൊയ്തീശങ്ങളെ കാക്കണമെന്ന് പറയുക. പൊട്ടന്മാരാ ലോകത്തുള്ള. ഗുരുവായൂരപ്പനെ ഇലാഹാക്കിയിട്ടില്ലേ ഗുരുവായൂരപ്പ കാക്കണമെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക.